ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് റോസ്റ്റഡ് ബീഫാണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി 5 കിലോയുടെ ഒരു ബീഫാണ് എടുക്കുന്നത്. നമുക്ക് നന്നായിട്ടത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ബൗളിലേക്ക് ഒരു അരക്കപ്പ് ഓയിൽ, 1 ടീസ്പൂണ് അല്ലെങ്കിൽ ആവശ്യമുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 2 ടീസ്പൂണ് റോസ്മേരി, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂണ് ചോപ്പ് ചെയ്ത് ഗാർലിക് കൂടെ ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബീഫ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മാരിനേഷൻ ചെയ്തെടുക്കാം. നമ്മൾ ഈ സമയത്ത് ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് ഫുള്ള് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് മാരിനേഷൻ ചെയ്യണം. നന്നായിട്ട് മാരിനേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് അത് കിട്ടത്തുള്ളൂ. ഹബ്സും എല്ലാം നന്നായിട്ട് എല്ലായിടത്തും വരുന്ന രീതിയിലാണ് ചെയ്ത് വയ്ക്കാൻ. അപ്പോൾ ഈ രീതി നന്നായിട്ട് ഞാനിവിടെ മാരിനേഷൻ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഫുൾ ട്രേ എടുക്കണം. ഫുൾ ട്രേയിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെക്കണത്. ഫുൾ ട്രേയിൽ ഇങ്ങനെ ഇതുപോലെ നമുക്ക് എടുത്ത് വയ്ക്കാം. അത് നമുക്ക് ബാക്കി വരുന്ന മാരിനേഷൻ അതിൻ്റെ മുകളിലോട്ടും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ സ്ലോ കുക്കാണ് ചെയ്യണത്. ഇനി നമുക്കിതൊരു അലുമിനിയം ഫോയിൽ വെച്ച് റാപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ 180 ഡിഗ്രിയിൽ 4 മണിക്കൂറാണ് ബേക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് അത്ര നന്നായിട്ട് അത്ര ടൈം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് റോസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 180 ഡിഗ്രിയിലൂടെ സെറ്റ് ചെയ്യുകയാണ്. 4 മണിക്കൂറാണ് ടൈം വെക്കുന്നത്. ഇപ്പം 4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് 10 സെക്കൻഡിനുള്ളിൽ 165 ഫാരൻഹീറ്റ് വരണം. ഇത് 170 മുകളിൽ വന്നിട്ടുണ്ട്. അപ്പം ആ ടെമ്പറേച്ചർ വന്നു ഉള്ളെല്ലാം കറക്റ്റായിട്ട് വേവ് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ റോസ്റ്റ് ബീഫ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് ഒരു പീസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അത്ര നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഒട്ടും ഹാർഡല്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയേക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് റോസ്റ്റ് ബീഫ് ഉണ്ടാക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഈ രീതി ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നല്ല സോഫ്റ്റാണ് ഈ ബീഫ്. നമ്മൾ ഏത് പീസ് എടുത്താലും നല്ല സോഫ്റ്റായിട്ട് അത് അടർന്നു വരുന്നുണ്ട്. നമ്മൾ ഈ രീതിയിലാണ് റോസ്റ്റ് ബീഫ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൈസിലൂടെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇഷ്ടപ്പെടുന്ന ആപ്പിലേക്ക് കമൻറ്റ് ഇടപ്പെടുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.